ഹലോ, നമുക്കിന്ന് ശംഖുപുഷ്പം കൊണ്ടൊരു ക്രീം ഉണ്ടാക്കാവേ. അതിനാവശ്യമായിട്ടൊരു 5-6 ശംഖുപുഷ്പം എടുക്കാം കേട്ടോ. അതിൻ്റെ ആ പച്ച തണ്ടൊക്കെ മാറ്റിയിട്ട് പൂ മാത്രമായിട്ട് എടുത്ത് ഒരു ബൗളിലോട്ട് മാറ്റി അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പൂവ് വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ച് അരിച്ചും എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ആ പൂവ് വെള്ളത്തിലോട്ട് നല്ല രീതിക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോഴേക്കും അതിൻ്റെ കളറൊക്കെ വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ട് ഇതുപോലൊരു ഡാർക്ക് ബ്ലൂ കളറിലോട്ട് കിട്ടും. അതിലോട്ട് നമുക്ക് വേണ്ടുന്നത് ആലോവേറ ജെല്ലാണ്. ഞാനിവിടെ എടുത്തേക്കുന്ന വാവിൻ്റെ ആലോവേറ ജെല്ലാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ആലോവേറ ജെല്ലെടുത്ത് നമ്മുടെ ആ ഒരു വെള്ളത്തിലോട്ട് ഇട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഓരോ തവണ മിക്സ് ചെയ്യുമ്പോഴും നമ്മൾ നോക്കുക എത്രത്തോളം ജെല്ല് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ജെല്ലൊക്കെ ഇട്ട് കൊടുത്ത് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ എത്രത്തോളം മിക്സ് ചെയ്യുന്നോ അങ്ങനെ ആയിരിക്കും നമ്മുടെ കൺസിസ്റ്റൻസി ഒരു തിക്കിലോട്ട് മാറി ഒരു തിക്ക് കൺസിസ്റ്റൻസി ആയിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ നല്ല രീതിക്ക് മിക്സ് ചെയ്ത് ഈ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലോട്ട് കിട്ടിയിട്ട് നമുക്കതൊരു കുഞ്ഞൊരു ബോട്ടിലോട്ട് മാറ്റി ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാം കേട്ടോ. ഏകദേശം ഒരാഴ്ച വരെ ഫ്രിഡ്ജിൽ അത് ഇരുന്നോളൂ. ഒരു കേടും ആവത്തില്ല, ഒന്നും ആവത്തില്ല കേട്ടോ. നല്ല അടിപൊളി ക്രീമായിട്ട് കിട്ടും. എന്നിട്ട് നമുക്കിത് നല്ല രീതിയിൽ നമ്മുടെ ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് നമുക്ക് ഈ ക്രീം ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരാഴ്ച വരെ ഉപയോഗിക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു ചേഞ്ചിനാണ് നമ്മുടെ മുഖത്ത് കിട്ടുന്നത്. നല്ല രീതിക്ക് നമ്മുടെ ഫേസൊക്കെ ബ്രൈറ്റൻ ആയിട്ട് നല്ലൊരു കളർ നമുക്ക് കിട്ടും കേട്ടോ മുഖത്തിന്. നമുക്കിത് വേണമെങ്കിൽ രാവിലെ എപ്പോഴാണെന്ന് വെച്ചാൽ നമുക്ക് സമയം പോലെയും വേണമെങ്കിൽ ഇടാം കേട്ടോ. അപ്പം നമുക്കൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ക്രീമാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.